Be strong. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുക്കോസ് കിഡ്സ്. ഇന്ന് നമ്മൾ ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പോയി. പക്ഷെ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി വലുതാവും. ഇത് നോക്ക്, ഇതൊരു പ്രിൻ്റ് ഔട്ടാണ്, ഒരു പേപ്പർ. അപ്പോൾ നമ്മളിത് ഇതെല്ലാതും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചൊക്കെ വരുമ്പോൾ ഇതൊരു 3D കാറാവും. പേപ്പർ വെച്ചുണ്ടാക്കിയ ഒരു 3D കാർ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതിൽ കൊടുത്തേക്കണല്ലേ കട്ട് ഫോൾഡ് ഗ്ലൂ. അതുപോലെ എല്ലാ പ്രിൻ്റ് ഔട്ട്സിലും ഇങ്ങനെ വരണമെന്നില്ല. ഇപ്പം ഇതിൽ മാത്രം അവർ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ മാനുവൽ മാതിരിയാണ് ഈ പിക്ചേഴ്സൊക്കെ കൊടുത്തത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ മാനുവലും എല്ലാത്തിലും വരണമെന്നില്ല. ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് എടുക്കാനായിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്. നമുക്കിത് കട്ട് ചെയ്തോളാം. ഫസ്റ്റ് നമുക്ക് ഈ ഇൻസ്ട്രക്ഷണൽ മാനുവൽ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് കട്ട് ചെയ്ത് തുടങ്ങാം. ടെക്സ്റ്റും കൂടെ നമുക്ക് നമ്മളിത് ഇത്ര ഭാഗമേ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ ഇതുവരെ. അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കണ്ടില്ലേ, ഈ ഭാഗമൊക്കെ നല്ല അടുപ്പിച്ചുള്ളതായിരുന്നു. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ കട്ടിംഗ് ബ്ലേഡ് ഉണ്ടല്ലോ, അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അത് വെച്ച് ചെയ്താൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് എങ്ങനെയാണ് ഇങ്ങനെ ആക്കി എടുക്കുക. പക്ഷെ നമ്മൾ അത് ഫോൾഡ് ചെയ്താണ് അങ്ങനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കണ്ട ഈ ബ്ലാക്ക് സ്ട്രിപ്സ് ചിലതിലൊക്കെ ലൈറ്റ് ഗ്രേ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് സ്ട്രിപ്സ് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഇത് ആണ് നമ്മളുടെ ഒട്ടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കത് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം എല്ലാതും. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഈ ബോണറ്റിലുള്ള പാർട്സ് ആണ്, പക്ഷെ അല്ല, ബോണറ്റ് ഇതാണ്. ഇതൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ഫസ്റ്റ് എല്ലാവരും നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമ്മൾ സ്റ്റിക്കിങ്ങിലോട്ട് കിടക്കും. അപ്പം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഈ കാറിൻ്റെ ട്രങ്ക് സ്പേസിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യണം. അതൊക്കെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ബ്ലാക്ക് പാർട്സ് മടക്കി കൊടുക്കാം. നമുക്കിനി ഫസ്റ്റ് ഈ കാറിൻ്റെ പാർട്ടുകൾ
നമുക്ക് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ഗ്ലൂ ചെയ്യാം. അതെ, ഇവിടെ കണ്ട ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ അറ്റാച്ച് ഒരു ഷീറ്റ് കണക്കാണ് ഇതിരിക്കുന്നത്, പ്ലെയിൻ ആയിട്ട്. അപ്പം നമുക്കിത് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു 3D കാറായിട്ട് കിട്ടും. അതെ, ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് ബാക്ക്. ഇവിടെ ഇവിടെ ഇതാണ്. ചില ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് ഫോൾഡ് ആവില്ലേ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അഥവാ നോട്ടീസ് ചെയ്തില്ലെങ്കിലും ഫോൾഡ് ചെയ്യാൻ നേരത്ത് നമ്മളത് കറക്റ്റ് ചെയ്യണം. അത് ഇങ്ങനെ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഈ ബാക്ക് പോർഷൻ കറക്റ്റ് ആയിട്ടില്ല. അത് കണ്ടോ, ഇവിടെ കാണിച്ചേക്കുന്നത് പോലെ ഇത്തിരി ബെൻഡ് ആവണം. അതൊക്കെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഈ നോർമൽ ബേസ് ആയിട്ടുള്ള നമുക്കിത് ചെയ്യാം. സൈഡ് നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ടയർ മടക്കാതെ സൂക്ഷിച്ച് ഇങ്ങനെ ഫോൾഡ് ഹെഡ്ലൈറ്റ്. പിന്നെ ഇനി നമുക്ക് നമ്മൾ ബേസിക് ആയിട്ടുള്ളത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ബേസ് മോഡൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ മടക്കുമ്പോൾ ഈ ബ്ലാക്ക് പാർട്ട് ഇങ്ങനെ പോകും ഉള്ളിലോട്ട്. അതുപോലെ തന്നെ ഈ ഭാഗം ഉള്ളിലോട്ട് പോകും. അപ്പം നമുക്കിനി ഗ്ലൂ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫ്രണ്ട് പാർട്ടാണ് ഒട്ടിക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ഏതാണ്ട് ഒരു ഫ്രണ്ട് ഭാഗമായില്ലേ. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാം. ബാക്കിലത് നമ്മൾ ഫുള്ളി മടക്കില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി.
നമ്മൾ മറ്റേ സൈഡ് ചെയ്ത പോലെ ഇപ്പുറത്തെ സൈഡ് അതേപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിപ്പോ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതില് കുറച്ച് നമ്മൾ ആരായാലും ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണം. ചിലയിടത്തൊക്കെ ഒട്ടാതെയൊക്കെ അവിടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്ഷൻ വരുത്തണം, ഇല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇവിടെയൊക്കെ കണ്ടോ ഗ്യാപ്പ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഗ്ലൂ ഒക്കെ ഇതേത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ കാറിന്റെ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇത് എൻ്റെ ഒരു പഴയ കാറാണ്. ഞാൻ ആദ്യം പരീക്ഷിച്ച ഒരു കാറാണിത്. ഇതെൻ്റെ ഡ്രോവറിലൊക്കെ കിടന്ന് ചീത്തായി പശയൊക്കെ പോയി. അപ്പം ഇതെന്തിനാണ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഈ ഒട്ടിക്കുന്ന ഭാഗം ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ ഉള്ളിലായിട്ട് വരുന്നത് ആ ഭാഗം ബ്ലാക്ക് കളറാണ്. പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ ഇതിൽ വൈറ്റ് കളറാണ്. അപ്പം അത് അവർ വൈറ്റിൻ്റെ അവിടെ പെൻസിൽ വെച്ച് വരയ്ക്കണ മാതിരിയുള്ള ഔട്ട്ലൈൻ തരും. അപ്പം ആ ഔട്ട്ലൈൻ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അല്ലാണ്ട് ഇതും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആ കാർ ഒരു യൂസും ഇല്ല. അപ്പം എനിക്ക് ആ മിസ്റ്റേക്ക് വരാൻ പോയതാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, അവനാ പറഞ്ഞു തന്നെ കറക്റ്റായിട്ട് ഗ്ലൂ വെച്ച് ചെയ്യണം. ഈ കാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ ഷീറ്റ് പ്രിൻ്റ് എടുക്കുന്നത്. പക്ഷെ അതിൽ കുറേ മടക്കാനുണ്ട്. ഇതിങ്ങനെ, പിന്നെ ഡാഷ് ബോണറ്റ്, പിന്നെ ഇത് അങ്ങനെ ഒരു 3 മടക്ക് ഫ്രണ്ട് വരണം. ഇതിലിത് 2 മടക്കേ വരണം. ഇത് ജസ്റ്റ് ഒരു ബെൻഡിങ് ആണ്. അത് നമ്മൾ പല കാറിലും ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് ഇരിപ്പുണ്ട്, അതൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇതാണ്. ഈ പ്രിൻ്റ് ഔട്ട്സ് കണ്ടില്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. ഇതൊക്കെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ്. അപ്പം ഇത് ഞാൻ ഇനി പഠിക്കും, എന്നിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ഇത് പല പല പാർട്സ് ആയിട്ടിരിക്കുന്നത് നമ്മൾ കമ്പൈൻ ചെയ്യണം. പക്ഷെ ഇതിൻ്റെ ഔട്ട്പുട്ട് സൂപ്പറായിരിക്കും, ഹാർഡാണെങ്കിലും. പിന്നെ അത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് ലിങ്ക് എടുത്താണ് എടുത്തത്. ആ പ്രിൻ്റ് ഔട്ടിൽ ഇതും ഉണ്ട്, എന്താ ഇത് ശരിയാക്കാനുള്ള ഇൻസ്ട്രക്ഷനെ. ഇതൊരു ബേസിക് കാറാണ്, ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്ത കണക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ഫോർഡിൻ്റെ മുസ്താങ്കാണ്. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ ബൈ.